നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി തയ്യാറെടുക്കുകയാണ് ബഹ്റിനിലെ മലയാളി സമൂഹം. അതുകൊണ്ട് തന്നെ സജീവമാണ് ബഹ്റിനിലെ വാർത്തകളും വിശേഷങ്ങളും. ഇത്തരത്തിലുള്ള വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങളിതാ വീണ്ടും എത്തിയിരിക്കുന്നു. UAE എക്സ്ചേഞ്ച് 7th ഡേ, എ ഡേ ടു റിവൈൻഡ് ആൻഡ് റീസ്റ്റാർട്ട്. ബ്രോട്ട് യു ബൈ ദാർ അൽ ഷിഫ മെഡിക്കൽ സെന്റർ ഇൻ അസോസിയേഷൻ വിത്ത് ക്ലിയർ വിഷൻ ഒപ്റ്റിക്സ്. നീ എങ്ങനെ എത്തി? ഗൂഗിൾ മാപ്സ്. മോനെ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ ആദ്യമായിട്ടാ ഇത്ര ദൂരം. ഇല്ല മമ്മ, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം. മീഡിയ സിറ്റി അല്ലേ ഇന്റർവ്യൂ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ടാക്സി കണ്ടിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. No, it's okay. Congrats ജോജിക്കുട്ടാ, your new job. How did you know this? മച്ചാനെ, thank you for the job. He's super happy. ആദ്യം കഴിഞ്ഞ വാരം നടന്ന ഏതാനും ചില വാർത്തകളും വിശേഷങ്ങളുമായി ദാർ അൽ ഷിഫ എക്സ്റേ. ബഹ്റിനിലെ മറാസി ബീച്ചിലുള്ള ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റ് സ്വദേശികളെ പോലെ തന്നെ വിദേശികൾക്കും ഏറെ പ്രിയപ്പെട്ടതാകുന്നു. മനോഹരമായ മറാസി ബീച്ചിലുള്ള ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റ് ഒരുപാട് പ്രത്യേകതകളുള്ളവയാണ്. ആ കാഴ്ചകളിലേക്ക്. ഇത് മറാസി ബീച്ച്. ബഹ്റൈനിൽ സ്വദേശികളും വിദേശികളും ഏറെ ഇഷ്ടപ്പെടുന്ന സുന്ദരമായ കടൽത്തീരം. ഇപ്പോഴിതാ മറാസി ബീച്ച് ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റിന് ആതിഥ്യമരുളുകയാണ്. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് കുട്ടികൾക്കായുള്ള ക്ലേ മുതൽ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത കോട്ടൺ ബാഗ്, തുണിത്തരങ്ങൾ, ഭക്ഷണ ഇനങ്ങൾ തുടങ്ങിയവയാണ്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തദ്ദേശവാസികളായ വ്യാപാരികൾ സ്വയം നിർമ്മിച്ചവയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരം വ്യാപാരികളെയും വ്യാപാര സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശലക്ഷ്യം കൂടിയുണ്ട് ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റിന്. So we do this market every weekend, and the whole point is to encourage regional designers, to help them and give them a platform to sell and introduce their products to Bahrain and Saudi and in the region. And it's a nice outdoor, the weather is nice, so that's why we come to Marasi, and we move. Every month we go somewhere different in Bahrain. പ്രാദേശിക വ്യാപാരികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, തൊട്ടടുത്തുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും അവർ സ്വയം നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുമായി ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റിൽ എത്താറുണ്ട്. Okay, this is a new business coming here in Bahrain. It will launch soon. We are going to revive the idea of the milkman bringing alternative, this time milk, at your doorstep 3 times a week. So all our milks are clean, are natural, and they are all vegan friendly. The ingredients that we use, we avoid GMOs, we avoid all processed stuff. This one is almond milk. It's a very good alternative to dairy. This one is coconut milk. Pure coconut milk, pure almond milk. And then we flavor them. From those bases, we do like this one, for example, is coconut flavored with beetroot. This one is a protein booster, is almond, rose water and chia seeds. In Marasi, I think it's the quality of people. And the place is very beautiful. Hadir Al Saned. My product is Cafe Classique. It's about liquid coffee with 3 flavors: hazelnut, classic, caramel and hazelnut. ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റ് തികച്ചും തദ്ദേശവാസികളായ വ്യാപാരികൾക്കായി ഒരുക്കുന്ന പ്ലാറ്റ്ഫോമാണെന്ന് പറയാം. വ്യാപാരികൾക്ക് അവർ സ്വയം നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാം, തങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ഉപഭോക്താക്കളുമായി സംവദിക്കാം. അതാണ് മറാസി ബീച്ചിൽ ഒരുക്കിയിരിക്കുന്ന ഈ മാർക്കറ്റിന്റെ പ്രത്യേകത. And it's the first time we are here at the market, but we have been to the beach before, and they are improving, and it's good for the kids. It's a good activity for the weekend, and I think we will come back next time. It's the first time I'm here, and I'm really impressed. The environment is so nice, and yeah, it's interesting, and we sure come 3 again. സമർത്ഥരായ സ്ത്രീകളുടെ മനസ്സിലുദിച്ച ആശയമാണ് ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റ്. സന്ദർശകർക്ക് അത്ഭുതമാണ് ഈ മാർക്കറ്റ് നൽകുക. ഓരോ ആഴ്ചയും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ, അതും ഗുണമേന്മയേറിയവ. അതുകൊണ്ട് തന്നെ മറാസി ബീച്ചിലുള്ള ഈ ലിറ്റിൽ ഐലൻഡ് മാർക്കറ്റ് സന്ദർശകരുടെ ഇഷ്ടം പിടിച്ചുപറ്റി മുന്നേറുന്നു. Dar Al Shifa Medical Center, now open in Hid, Bahrain, bringing wellness to your homes.
For more information, dial 16161616. മലയാളത്തിലെ യുവഗായകർ വളരെ സന്തോഷത്തിലാണ്. അവസരങ്ങൾ ധാരാളമുള്ളപ്പോഴും പാട്ടിന്റെ പുതുവഴികൾ തേടി അവർ യാത്ര തുടരുന്നു. ആ പാട്ട് വിശേഷങ്ങളിലേക്ക്. മലയാളത്തിന്റെ പ്രിയ പാട്ടുകാർ സൈനോരയും നിഖിൽ രാജും ശ്രേയക്കുട്ടിയും പാട്ടിലെ വിശേഷങ്ങൾ പറയുന്നു. റിയാലിറ്റി ഷോ സമ്മാനിച്ച ധാരാളം പാട്ടുകാരുണ്ട് നമുക്ക്. അവരിലൊരാൾ ഇതാ നിഖിൽ രാജ്. റിയാലിറ്റി ഷോയിലൂടെ നിഖിൽ പാടിക്കയറിയത് സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് തന്നെ. ഒപ്പം ചില ഉപ്പുമാങ്ങ വിശേഷങ്ങൾ കൂടി പറയുന്നു നിഖിൽ. ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഉപ്പുമാങ്ങാസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സും മ്യൂസിഷ്യൻസൊക്കെ ആയിട്ട് ഒരു ബാൻഡാണ്. ഏഷ്യാനെറ്റിലെ ബാൻഡിൻ്റെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു മ്യൂസിക്കിൻ്റെ. അതിൽ നമ്മൾ 4th പ്രൈസ് അടിച്ചതാണ് ആ ഒരു ഇതിൽ. പിന്നെ സ്റ്റാർ സിംഗറിലായിരുന്നു തുടക്കം, 2007 അപ്പോൾ 10 വർഷമാകുന്നു അത് കഴിഞ്ഞിട്ട്. പിന്നെ എം ജയേന്ദ്ര സാറിൻ്റെ കൂടെ 2-3 കൊല്ലമായിട്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റാർ സിംഗർ ടൈമിൽ. അപ്പോൾ അതിൻ്റെ പേരിലായിരുന്നു രഥനിർവേദം എന്നുള്ള ഫിലിമിൽ നാട്ടുവഴിയിൽ എന്നുള്ള സോങ് പാടാൻ കിട്ടിയത്. അതിന് റേഡിയോ മിർച്ച അവാർഡും അങ്ങനെയുള്ള കുറച്ച് അവാർഡ്സൊക്കെ കിട്ടിയിരുന്നു. നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ട് കേട്ടില്ലേ, നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ. ശ്രേയക്കുട്ടി എന്ന ഗായികയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടുന്നതിനൊപ്പം തനിക്ക് കൈവന്ന അവസരങ്ങളെക്കുറിച്ചും പറയുന്നു ഈ കൊച്ചു ഗായിക. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ, നെറുകിൽ തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ചൻ. കഴിഞ്ഞ വർഷം ഞാൻ വന്ന സമയത്ത് തന്നെ പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പാട്ട് അങ്ങനെ ഹിറ്റല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഇയറിൽ ഞാൻ 2 ഹിറ്റ്സ് പാടി. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര പാട്ട് നന്നായി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഈ 3 പാട്ടുകാരും ഒരേ മനസ്സോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: മെലഡി ഗാനങ്ങൾ പാടാനാണിഷ്ടം. ഈ അടുത്ത കാലത്ത് തനിക്ക് കിട്ടിയ മെലഡി ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൈനോരയുടെ വാക്കുകൾക്ക് തിളക്കമേറുന്നു. കഴിഞ്ഞ വർഷം ഇപ്പം ഉയരെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിംഗിൾ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് എഴുതി പാടിയൊരു സാധനമായിരുന്നു. അപ്പോൾ അത് ഓബ്വിയസ്ലി ഇപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റാണെന്നും ഇപ്പം ഞാൻ കൂടുതലായിട്ട് കൈകാര്യം ചെയ്തത് ഫാസ്റ്റ് പേസ് സോങ് ആണെന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് മെലഡീസാണ്. ആൻഡ് ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ റാണി പത്മിനി, ജെയിംസ് ആൻഡ് ആലിസ് പോലത്തെ പടങ്ങളിൽ കൂടുതലായിട്ടും എനിക്ക് മെലഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോങ്സാണ് കൂടുതലും പാടാൻ പറ്റിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ സർക്കിൾ ഓഫ് ലൈഫ്. ഡെഫിനറ്റ്ലി ഇങ്ങനെ അടിപൊളി വന്ന് പിന്നെ മെലഡിയിലേക്ക് വന്ന് പിന്നെ അങ്ങനെ ഒരു സർക്കിൾ ഓഫ് ലൈഫിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കലാകാരന്മാരെ നിറഞ്ഞ മനസ്സോടെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഗൾഫ് മലയാളികൾ. ബഹ്റൈനിലെത്തി പാടുമ്പോൾ ഈ പാട്ടുകാർക്കും പറയുവാനുള്ളത് ബഹ്റൈൻ മലയാളികൾ നൽകുന്ന പ്രോത്സാഹനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ്. വേറെ എനിക്കിപ്പോഴും നാട്ടിൽ പെർഫോം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ട്. സിതോഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിങ്കി ചേച്ചി, അങ്ങനെ എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇടയ്ക്ക് വന്ന് പോകാറുണ്ട്. ഇപ്പോൾ 6ാമത്തെ 7ാമത്തെ ഷോയാണ് ബഹ്റൈനിൽ. അപ്പോൾ നാട്ടിൽ പെർഫോം ചെയ്യുന്നൊരു ഫീലാണ് ഇവിടെ. കാരണം എവിടെ നോക്കിയാലും മലയാളികളും പരിചയക്കാരൊക്കെയാണ്. പാട്ടുമായി ലോകമെങ്ങും സഞ്ചരിക്കുന്ന സൈനോരയ്ക്കുമുണ്ട് ബഹ്റൈനെക്കുറിച്ച് പറയുവാൻ ധാരാളം. ബഹ്റൈനിലേക്ക് വരുന്നതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ച സെൻട്രൽ റിസർച്ചിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് അഞ്ജന ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ബഹ്റൈനിലാണ് അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബഹ്റൈനിലേക്ക് കോൾ വരുമ്പോൾ എപ്പോഴും ഐ വിൽ ബി റിയലി ഹാപ്പി ദറ്റ് ഐ കൻ ഗെറ്റ് ടു മീറ്റ് എൻ്റെ പഴയ ഫ്രണ്ടിനെ ഇനിയും കാണാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷമാണ്. പിന്നെ ഡെഫിനറ്റ്ലി ക്രൗഡ്, ഒരുപാട് നല്ല സോങ്സ് എൻജോയ് ചെയ്യുന്ന ക്രൗഡാണ് ബഹ്റൈനിൽ. നല്ല സോങ്സ് ഇൻ ദ സെൻസ് മെലഡി മാത്രമല്ല, ഏത് ടൈപ്പ് ഓഫ് സിംഗിങ് ആണെന്നുണ്ടെങ്കിലും അവർ നന്നായി എൻജോയ് ചെയ്ത് നന്നായിട്ട് നമുക്കൊരു നല്ല ഫീൽ ഗുഡ് ക്രൗഡായിട്ടാണ് എനിക്ക് എപ്പോഴും ബഹ്റൈൻ ക്രൗഡിനെ തോന്നാറ്. Dar Al Shifa Medical Center, now open in Hit, Bahrain.
bringing wellness to your homes. For more information, dial 16161616. Let us see the real view. Let us see the real world. Let us see the real life. You wear it, you watch it, you feel it. Be real and be clear. Clear Vision Optics, Bahrain. സത്യസന്ധം, സ്വാതന്ത്ര്യം, സുശക്തം, സമത്വം, സാന്ത്വനം, സസ്നേഹം. ന്യൂസ്, ഇന്ത്യക്ക് പുറത്തെ ആദ്യത്തെ സായാഹ്ന സ്വതന്ത്ര ദിനപത്രം. വാർത്തകൾ നൽകാൻ 17579897, വരിക്കാരാകാൻ 17579869, പരസ്യം നൽകാൻ 17579915. ബഹ്റൈൻ പോയ വാരത്തിൽ. ബഹ്റൈനിലേക്ക് എത്തുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ബഹ്റൈൻ കേരളീയ സമാജം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 9-10 ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രി ബഹ്റൈനിൽ ഉണ്ടാവുക. ബഹ്റൈൻ IIPA സംഘടിപ്പിച്ച പങ്കജുദാസിന്റെ വദൻസെ എന്ന ഗസൽ സന്ധ്യ സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവമായി. ബഹ്റൈൻ ക്രൗൺ പ്ലാസിൽ അരങ്ങേറിയ വദൻസയിൽ ജനമനസ്സുകളിൽ ഇടം പിടിച്ച തന്റെ ഗസലുകൾ ഓരോന്നായി പങ്കജുദാസ് പാടിയപ്പോൾ മാറ്റനിൽ ഖുറേഷി നാസർ ഹുസൈനും, വയലിനിൽ രാജേന്ദ്ര സിംഗും, തബലയിൽ റാഷിദ് മുസ്തഫയും, കീബോർഡിൽ പ്രതീക്ഷയും അദ്ദേഹത്തിന് അകമ്പടിയേകി. പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് VK രാജശേഖരൻ പിള്ളയ്ക്ക് പങ്കജുദാസ് പുരസ്കാരം നൽകി ആദരിച്ചു. പങ്കജുദാസിന് IIPAയുടെ ഉപഹാരം പ്രിൻസിപ്പൽ അമ്പിളിക്കുട്ടൻ സമ്മാനിച്ചു. തനിക്ക് ജന്മസിദ്ധമായി ലഭിച്ച കഴിവുകളെ പ്രവാസത്തിലും കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു കലാകാരനെ നമുക്കിന്ന് പരിചയപ്പെടാം വാർത്തയിലെ വിശേഷത്തിലൂടെ. ജീവിതം പ്രവാസത്തിന്റെ തിരക്കിൽ മുന്നോട്ടു പോകുമ്പോഴും മനസ്സിൽ കലയെ പ്രണയിക്കുന്നൊരാൾ. ഇത് ശിവകുമാർ കുളത്തൂപ്പുഴ. സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സ്വന്തം ശിവേട്ടൻ. ബഹ്റൈനിലെ സജീവ നാടക പ്രവർത്തകരിലൊരാൾ. നടൻ, നാടക സംവിധായകൻ, റേഡിയോ അവതാരകൻ, നർത്തകൻ, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ശിവകുമാറിന്. ഞാൻ എൻ്റെ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യ നാടകം. അവിടെ നിന്നിങ്ങോട്ട് കുറേയധികം നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നാട്ടിലും ഗൾഫിലും ഒക്കെ ആയിട്ട്. ആ കാലഘട്ടത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാടകത്തിന് സാങ്കേതികമായിട്ട് തന്നെ ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കൂൾ ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നാടകക്കാർ അവർ പലതരത്തിലുള്ള നാടക സങ്കേതങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ധാരാളം പരീക്ഷണ നാടകങ്ങളും പുതിയ നാടകങ്ങളും പുതിയ സങ്കേതങ്ങളും ഒക്കെ മനസ്സിലാക്കാനും ഇവിടെ എനിക്ക് സാധിക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ സ്കൂളിലെ കൂട്ടുകാരായ കുട്ടികൾ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ നൃത്തത്തോട് ഇഷ്ടമായി തുടങ്ങി. പിന്നെ നർത്തകനാകാനായി ശ്രമം. നട്ടൂർ പരമശിവൻ മാഷിൻ്റെ അടുത്താണ് ഞാൻ ഭരതനാട്യം പഠിച്ചത്. നാട്ടിലൊക്കെ വെച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഗൾഫിലേക്ക് വന്നപ്പോൾ അത് നാടകം കൈയടക്കി. ഡാൻസ് പിന്മാറുകയും നാടകം കുറേ കൂടെ പ്രാധാന്യം നേടുകയും ചെയ്തു. എങ്കിൽ പോലും നൃത്തത്തിൻ്റെ പഠനം പിന്നെ എൻ്റെ നാടകത്തിൻ്റെ അഭിനയത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെത്തിയ ശേഷം ഏഷ്യാനെറ്റ് ബഹ്റൈനു വേണ്ടി ഷോർട്ട് ഫിലിമുകളും ടെലിഫിലിമുകളും ഒരുക്കി. ബഹ്റൈനിലെ ആദ്യ മലയാളം FM ചാനലായ റേഡിയോ വോയ്സിന്റെ പ്രോഗ്രാം ഡയറക്ടർ കൂടിയായിരുന്നു ശിവകുമാർ. ദൂരദർശനിൽ ഞാൻ ഒരു സീരിയൽ മണ്ടൻ കുഞ്ചു എന്ന് പറഞ്ഞ ഒരു സീരിയൽ അന്ന് വളരെ പ്രശസ്തമായ ഒരു സീരിയലായിരുന്നു. പിന്നെ ചില സിനിമകളിലൊക്കെ പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിൻ്റെ പിന്നിൽ നിന്നായിരുന്നു സിനിമയുടെ കൊറിയോഗ്രാഫിയൊക്കെ 2-3 സിനിമകൾക്ക് വേണ്ടി ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഭാര്യയുടെ പേര് മിനി, മക്കള് ശരത്ത്, സാന്ദ്ര. ഇവരൊക്കെ എൻ്റെ ഈ കലാപ്രവർത്തനങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടാണ്. ബഹ്റൈൻ കലാസ്വാദകർക്ക് പരിചയം അഭിനേതാവായ ശിവകുമാറിനെയാണ്. എന്നാൽ നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന ശിവകുമാർ കുളത്തൂപ്പുഴ ചിലർക്കെങ്കിലും അത്ഭുതമാവും സമ്മാനിക്കുക. നിറച്ചിരിയോടെ എന്നും കലാവിശേഷങ്ങൾ സംസാരിക്കുന്ന ശിവകുമാർ മനസ്സിലൊളിപ്പിക്കുന്ന ഒരു ആഗ്രഹവും പറയുന്നു. നാടകത്തിനാണ് കുറേ കൂടെ പ്രാധാന്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. നൃത്തം കുറേ കാലമായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. നൃത്തത്തിന് പ്രാധാന്യമുള്ള ഒരു വർക്ക് ചെയ്യണം. വീണ്ടും കുറേ കൂടെ ജീവിതത്തിലേക്ക് നൃത്തത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരാഗ്രഹമാണുള്ളത്. വേദിയുടെ അളവുകൾ അറിഞ്ഞ് ചലനങ്ങളിൽ പോലും അഭിനയകലയുടെ സൂക്ഷ്മ മർമ്മങ്ങൾ കൊണ്ടുവരുന്ന കറകളഞ്ഞ അഭിനേതാവ്. ഒന്നുറപ്പാണ്, വേദിയിൽ നിറഞ്ഞാടുവാൻ ശിവകുമാറിന് ഇനിയുമുണ്ട് ധാരാളം കഥാപാത്രങ്ങൾ ബാക്കി. അതിനായി കാത്തിരിക്കാം. ചില ചോദ്യത്തിലും ഉത്തരത്തിലും ഉണ്ടാകും കൗതുകവും ഒരൽപ്പം നർമ്മവും. ഈ ഒറ്റ ചോദ്യത്തിനും വേണം നമുക്കൊരു ഉത്തരം. ബ്രോസ്റ്റഡ് ലാൻഡ് ഒറ്റ ചോദ്യം. ബ്രോസ്റ്റഡ് ലാൻഡ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് ബ്രോസ്റ്റഡ്. Fresh, mouth-watering, yummy! Extra crispy,
Broasted lamb, the real taste of broasted. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് റിഫ മാളിലാണ്. ബ്രോസ്റ്റഡ് ലാൻഡ് ഒറ്റ ചോദ്യമായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് യു എക്സ്ചേഞ്ചിൻ്റെ ഒരു ഔട്ട്ലെറ്റുള്ള മാളാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഈ 500 ഫിൽസ്, അതായത് ബഹ്റിൻ്റെ 500 ഫിൽസ് ഉണ്ട്, ഏറ്റവും കുറഞ്ഞ നോട്ടാണ്. ഇത് BIC ബഹ്റിൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൻ്റെ പടമാണ്, ഫോർമുല 1 ഒക്കെ നടക്കുന്ന സർക്യൂട്ടിൻ്റെ പടമാണ്. പക്ഷേ ഇത് എത്ര പേര് മനസ്സിൽ ഓർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എത്ര വർഷമായിട്ട് 15 വർഷമായിട്ട് പൈസ കൈകാര്യം ചെയ്യുന്നില്ല? എനിക്ക് ഓർമ്മയില്ല. ഗസ് ഇല്ല. ബാബു 23 വർഷം. 23 വർഷമായിട്ടുള്ള ബാബുവിനാണ് നമ്മളുള്ളത്. നോട്ടിൻ്റെ പുറകിലോ ശ്രദ്ധിച്ചിട്ടില്ല, നോട്ടിൻ്റെ പുറകിലോ ശ്രദ്ധിച്ചിട്ടില്ല. ഇതായിരിക്കും ദിനാർ പള്ളി. അല്ല, ഞാനിപ്പം 9 മാസമായിട്ടുള്ളൂ. 9 മാസമായിട്ടുള്ളൂ. നമ്മുടെ ഇവിടുത്തെ 500 ഫിൽസിൻ്റെ നോട്ടുണ്ടല്ലോ, 500. അതിൻ്റെ പുറകിലൊരു പടമുണ്ട്. ശ്രദ്ധിച്ചില്ല. രാജു. ഇവിടെ നാട്ടിൽ കാസർഗോഡ്. ഇവിടെ 1 വർഷമായതേ ഉള്ളൂ. ഞാൻ കുവൈറ്റിലായിരുന്നു. ആരുടെ പടമാണെന്നുണ്ടോ? മൃഗങ്ങളുടെ ആണോ മനുഷ്യൻ്റെ ആണോ? അത് പെട്ടോ? അത്രയും ശ്രദ്ധിച്ചു നോക്കില്ല. ഞാൻ എപ്പോഴും ആ അരദിനാറ് കൊണ്ടു നടക്കാറുണ്ട്. പെട്ടു. സമീർ നാട്ടിൽ കോഴിക്കോടുകാരനായ സമീർ. ഷൈജു ചാലക്കുടി. ശ്രീഘോഷ് കൊടകര. നമ്മുടെ 500 ഫിൽസ് ഉണ്ടല്ലോ, 500 ഫിൽസിൻ്റെ നോട്ട്, അതിൻ്റെ പുറകിലൊരു പടമുണ്ട്. പടമുണ്ടോ? എന്തൊരു ബിൽഡിങ്ങിന്റെ ഇതാണ്. എന്തൊരു ബിൽഡിംഗ്? ഇവിടുത്തെ പഴയ ബിൽഡിംഗ്. ഇവിടുത്തെ ഐസ. നമ്മുടെ ബഹ്റിൻ ഒരു സുഹൃത്താണ് ഐസ. I ask you one question. Yeah. You have 500 fils, no? 500 fils. Fils. Yeah. Fils not. Fils. Jabba. Okay. You want? No. My question is, what is the picture behind that one? Picture. How long here? I see. How many years you are handling the note? No, I must. എബിസൺ. എവിടുന്നാ? ഞാൻ ഇടുക്കി. പിന്നെ മഹേഷിന്റെ പ്രതികാരക്കാരൻ ജെയ്സൺ ഫ്രം കോട്ടയം. എന്നാണ്? ഒന്നുമില്ലടാ. വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ 500 ഫിൽസ്, അതിൻ്റെ പുറകിലൊരു പടമുണ്ട്. പടം നമ്മളങ്ങനെ നോട്ട് ചെയ്യാറില്ലല്ലോ. എന്നാലും ഇപ്പോൾ ഉണ്ടായിരുന്നു, നോക്കായിരുന്നു. രാജാവിൻ്റെ പടമല്ലേ? രാജാവിൻ്റെ പടിയല്ലേ? മൃഗം വല്ലതും ആണോ? മയില വല്ലോ ആൾ ആണോ? എന്തോ ഒരു സംതിങ് ചെടിയുടെ എന്തോ ആണെന്തോ. ബഹ്റിനിൽ നെല്ല്. പേര് അബ്ദുൽ ഖാദർ. നമ്മുടെ ചെറിയ നോട്ട്, അതിൻ്റെ പുറകിലൊരു പടമുണ്ട്. അതെന്തിൻ്റെയാ? അത് കറക്റ്റ് അറിയില്ല. എന്തിൻ്റെ നോട്ടിൻ്റെ പുറകിലൊരു പടമുണ്ട്. ഇവിടുത്തെ ഒരു മസ്ജിദിന്റെ ഇവിടുത്തെ ഒരു ദിനാറിന്റെ മുകളിൽ ഇവിടുത്തെ ഫോർട്ടിന്റെ പിക്ചറാണ്. ഫോർട്ടല്ല, നാട്ടിലെ അടൂർ, പത്തനംതിട്ടക്കാരൻ. സാര, പത്തനംതിട്ട. മോളുടെ പേരെന്താ? അന്ന. നമ്മുടെ നോട്ട്, ചെറിയ 500 ഫിൽസിൻ്റെ നോട്ടുണ്ടല്ലോ ബഹ്റിൻ ദിനാറിൻ്റെ, അതിൻ്റെ പുറകിലൊരു പടമുണ്ട്. അത് ഏതാണെന്നറിയോ? രാജാവിൻ്റെ പടമല്ല. ആളിൻ്റെ പടമല്ല. ഡേറ്റ്സ് അല്ല. ഒരു ചോദ്യം, എവിടെയാ നാട്ടിൽ? ഇടുക്കിയിലെ. എന്താ പേര്? മഹേഷിൻ്റെ പ്രതികാരമായിട്ട് ഇറങ്ങിയിരിക്കും. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ? നാട്ടിൽ പോവാണ് അടുത്ത ദിവസം. ബഹ്റിൻ ദിനാർ 500 ഫിൽസിൻ്റെ പുറകിലൊരു പടമുണ്ട്. 500 ഫിൽസിൻ്റെ നോട്ടിൻ്റെ ക്ലൂ ഉണ്ടോ? ക്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ബഹ്റിനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഡൗട്ടാണ്. ഇൻ്റർനാഷണൽ
ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട്. കറക്റ്റാണ്, ഉത്തരം കറക്റ്റാണ്. ഓക്കെ, മഹേഷാണ്, ഇടുക്കിക്കാരനായ മഹേഷാണ് നമ്മുടെ ബ്രോഷൽ ലാൻഡ് ഒറ്റച്ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അമൃതേഷ് നമ്മുടെ USAൻ്റെ ക്ലസ്റ്റർ മാനേജറാണ്. അദ്ദേഹം ഫിലിപ്സ് നൽകുന്ന സമ്മാനം കൊടുക്കുന്നത്. UAE എക്സ്ചേഞ്ച് 7th ഡേയിൽ ഇനി വ്യത്യസ്തനായ ഒരു അതിഥിയുമായി തൊട്ടടുത്ത്. നമസ്കാരം. റാന്നി അസോസിയേഷൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലെത്തിയ പ്രശസ്ത മിമിക്രി താരം, സിനിമാ താരം ശ്രീ നെരിയാപുരം വേണുഗോപാൽ. നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അദ്ദേഹം 35 വർഷമായിട്ട് മിമിക്രിയിലുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വേണു, സ്വാഗതം ചെയ്യുന്നു 7th ഡേയിലേക്ക്. ഓക്കെ, വളരെ സന്തോഷം. സുഖമായിട്ടിരിക്കുന്നല്ലോ? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അതെ, ഒരുപാട് കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. വേണു, മിമിക്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വർഷത്തെ പരിചയസമ്പന്നതയുള്ള ഒരു വ്യക്തിയാണ് വേണു. ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ സ്റ്റാർ ആവുന്നവരൊക്കെയാണുള്ളത്. മിമിക്രിയിൽ അങ്ങനെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വേണു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു ദിവസം കൊണ്ട് സ്റ്റാർ ആകുന്ന ആൾക്കാരുടെ കഴിവ് കൊണ്ടാണ്. ചിലപ്പോൾ ആ ഒരു ഒറ്റ പെർഫോമൻസ് കൊണ്ട് അവൻ ഭയങ്കര സ്റ്റാർ ആവും. പക്ഷെ പിന്നെ അവനൊന്നും കാണുകയുമില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഷിബുവും താങ്കളുടെ അനിയൻ ഷാജോണും ഒക്കെ വന്നൊരു വഴി, ഞാനൊക്കെ ഉൾപ്പെടെ നമ്മളൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അല്ലേ, ഒരുപാട് ഉത്സവ പറമ്പുകൾ ഉറക്കം നിന്നും ഒരുപാട് പേരുടെ ആട്ടും തുപ്പും കിട്ടിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളായത്. ഇന്ന് ചാനൽ വന്നതോടുകൂടി എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഓടി വന്ന് അവതരിപ്പിച്ച് അവൻ പെട്ടെന്ന് സ്റ്റാറാകും. അവന് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവൻ അന്നന്ന് കിട്ടുന്ന പൈസയുടെ വാല്യൂ നോക്കിയിട്ടാണ് ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണ്. നമ്മളിപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് അവൻ നമ്മുടെ മുമ്പിൽ കൂടെ നടന്ന് നമ്മുടെ കാലിൽ തട്ടിട്ട് പോയ ഒരു സോറി പോലും പറയുന്ന ആർട്ടിസ്റ്റുകൾ. പണ്ട് അങ്ങനെയല്ല. ഒരാളുടെ ദേഹത്ത് തൊട്ടാൽ അപ്പം തന്നെ സോറി പറയുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ പുതിയ അവർ എല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ്, നല്ല വിളഞ്ഞ കലാകാരന്മാർ, അല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പൈസയുടെ പിൻബലം നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളായിട്ട് മാറുന്നത്. ഇപ്പോൾ ചാനലുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മിമിക്രി. ഏത് ചാനൽ തുറന്നാലും നമുക്കിപ്പോൾ മിമിക്രിയാണ് കാണാൻ പറ്റുക. ഇപ്പോൾ വേദിയിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് വേണു, ഒപ്പം തന്നെ TV-യിലും ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് വേണു കാണുന്നത്? ഈ റിയാലിറ്റി ഷോ വന്നതോടുകൂടി സംഭവിച്ചു പോയൊരു വലിയ കുഴപ്പം നടന്നത്, നമുക്ക് സ്റ്റേജിൽ പോയി ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് സ്കിറ്റ് കളിച്ചാലും ഇതില്ല, അവന്മാർ അവിടെ കളിച്ച് അത് വെച്ച് നോക്കി ഇത് എന്തോന്ന്. അപ്പം നമുക്കെപ്പോഴും ഒരു ബ്ലാക്ക് മാർക്ക് ഇപ്പോൾ സ്റ്റേജിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചാനലിൽ കളിക്കുന്നതിൻ്റെ 1000 ഇരട്ടി വലുപ്പത്തിൽ പ്രോഗ്രാം സ്റ്റേജിൽ അവതരിപ്പിച്ചെങ്കിൽ കയ്യടി വാങ്ങിച്ച് പുറത്തു പോകേണ്ടത്. ഇപ്പോഴും അപ്പോഴും അന്നും ഇന്നും എന്ന് പറഞ്ഞാൽ സ്റ്റാറുകളെ അവതരിപ്പിക്കുന്ന ഒരു പരിധി വരെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അതുകൊണ്ടൊക്കെ ഞാനൊക്കെ അരി വാങ്ങിച്ചു പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മിമിക്രി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, നമുക്ക് 2-3 സ്റ്റാർസിനെ അങ്ങോട്ട് അവതരിപ്പിച്ചാലോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി കിടക്കുക. ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കും വേണുവിനെ പോലുള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഞങ്ങളുടെ ഷോയിലെത്തുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്? തിലകൻ ചേട്ടനോട് ചോദ്യം ചോദിക്കും. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് എങ്ങനെയാണ്? നമസ്കാരം സാർ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ശാരീരികമായിട്ട് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. സാർ നാടകത്തിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് വന്നത്. എന്താണ് നാടകത്തെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? നാടകം എന്ന് പറയുന്ന ഒരു അസാമാന്യ കലാരൂപമാണ്. 24 അടി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു കലാകാരൻ 10-15 ദിവസവും നിന്ന് ഡയലോഗുകൾ ഹൃദിസ്ഥമാക്കി അതിൻ്റെ ട്രെൻഡ് അനുസരിച്ച് അതിൻ്റെ മോഡുലേഷനിൽ ആ കഥാപാത്രം പൂർണ്ണമാക്കണം. അതായത് ഒരു നാടകം നടൻ കഥാപാത്രമായി സ്റ്റേജിൽ വന്നാൽ അവന് റീടേക്കില്ല, ഒറ്റ ടേക്കുകൾ. അവനാണ് നടൻ. അതുകൊണ്ട് തന്നെയാണല്ലോ എന്നെ ആൾക്കാർ വിളിക്കുന്നത്. സാർ, അതുപോലെ തന്നെ കിരീടം എന്ന ചിത്രത്തിൽ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, അതൊന്ന് പറയാമോ സാർ? സേതു, കത്തി താഴിടാൻ നിന്റെ അച്ഛനാ പറയുന്നത്. കത്തി താഴിടാ മോനെ. വേണുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം തിലകൻ സാർ ഇരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ? അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ശബ്ദം ഒന്നും നഷ്ടപ്പെട്ടു, അത് വേണുവിന് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് പറഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മരണത്തിന് ശേഷം എനിക്ക് 4 സിനിമകൾ അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ പറ്റി. ഞാൻ അഭിനയിച്ച സിനിമകളിൽ എൻ്റെ ശബ്ദം എൻ്റെ കഥാപാത്രത്തിന് ഡബ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത്, ഇത്രയും വലിയ ലെജൻഡല്ലേ, ഒരു വലിയ മഹാനടനല്ലേ അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ കഴിഞ്ഞതിന് ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒപ്പം തന്നെ പ്രശസ്ത കാഥികൻ സാംബശി
വിസ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമായിട്ട് വേണു വിട്ടിട്ടുണ്ട് എനിക്കറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കഥാപ്രസംഗം ആരംഭിക്കുന്നു. അനീസ്യ. അനീസ്യ എന്ന കഥയിലെ നായികയെ പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ അവൾ അപ്സരസാണ്, സുന്ദരിയാണ്, സുശീലയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ചില പെമ്പിള്ളാരൊക്കെ ഉണ്ട്, സുന്ദരിയും സുശീലയും സുരഭിയും രമണിയും, അങ്ങനെ പലതരത്തിലുള്ള പെമ്പിള്ളാർ. വേണു ഒരു പാട്ടുകാരനാണെന്ന് പറയുകയുണ്ടായി. ഏതായാലും ഒരു 4 വരി പാടിക്കൊണ്ട് നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാം. ഒരുപക്ഷെ ഞങ്ങളുടെ പ്രേക്ഷകർ ഒരു പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലെന്നും നാട്ടിൽ കിടക്കുന്നവരുള്ളൊരു കരുണയും കാരുണ്യവും സ്നേഹവും എപ്പോഴും ഉണ്ട്. ഉത്രാടരാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരുന്നു എൻ്റെ ഉണ്ണിയിടച്ചനെ കാത്തിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. UAE എക്സ്ചേഞ്ച് 7th ഡേയുടെ മറ്റൊരു എപ്പിസോഡിന് ഇവിടെ പരിസമാപ്തിയാവുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, രസകരമായ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. news@room32wll.com എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ 38444690 എന്ന വാട്സപ്പ് നമ്പറിലൂടെയോ. പരസ്യങ്ങൾ അറിയിക്കേണ്ട നമ്പർ 38444694. അപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. UAE എക്സ്ചേഞ്ച് 7th ഡേ, a day to rewind and restart. Brought to you by Darul Shifa Medical Center in association with Clear Vision Optics. 7th ഡേ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് UAE എക്സ്ചേഞ്ച്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ, ക്ലിയർ വിഷൻ ഒപ്റ്റിക്സ്, ബ്രൂസ്റ്റഡ് ലാൻഡ്, മാസ് ഫർണിച്ചർ ബഹ്റൈൻ, 4PM News, nothing new for tomorrow. Pinguros Beauty Saloon, Salmania, Aishi International, a Room 32 production.